നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ മൻസൂർ അലി കാപ്പുങ്കൽ സാറ് നമ്മുടെ തൊഴിൽ വീതിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരിശീലനത്തിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫയേഴ്സിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള 15 ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ചോദ്യം അതിൻ്റെ 4 ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് തന്നെ കടക്കാം. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ അല്ലെങ്കിൽ PAC പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ തയ്യാറാക്കിയ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ 2022 ഏറ്റവും മികച്ച ഭരണമുള്ള സംസ്ഥാനമായിട്ട് റാങ്ക് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കുക. പബ്ലിക് അഫയേഴ്സ് സെൻറ്റർ തയ്യാറാക്കിയ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ടിലെ 2022 ഏറ്റവും മികച്ച ഭരണമുള്ള സംസ്ഥാനമായിട്ട് റാങ്ക് ചെയ്യപ്പെട്ട സംസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം. ശരി ഉത്തരം കിട്ടിയോ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ശരി ഉത്തരം നിങ്ങളെ കൊണ്ട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഹരിയാനയാണ് പബ്ലിക് അഫയേഴ്സ് സെൻറ്ററിൻ്റെ 2022 ഏറ്റവും മികച്ച ഭരണമുള്ള സംസ്ഥാനമാണ് ഹരിയാന. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വേൾഡ് ഗ്രീൻ സിറ്റി അവാർഡ് 2022 നേടിയത് ഏത് നഗരമാണ്? വേൾഡ് ഗ്രീൻ സിറ്റി അവാർഡ് 2022 നേടിയത് ഏത് നഗരം എന്നാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. ഏത് നഗരമാണത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം വരുന്നത്. ഹൈദരാബാദാണ് വേൾഡ് ഗ്രീൻ സിറ്റി അവാർഡ് 2022 അർഹമാക്കിയത്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. മുതിർന്ന IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ആണ് കേട്ടോ. മുതിർന്ന IFS ഓഫീസർ ആയിട്ടുള്ള പാർത്ഥ സപ്തതിയെ ഏത് രാജ്യത്തേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായാണ് നിയമിച്ചതെന്നാണ് ചോദ്യം. മുതിർന്ന IFS ഉദ്യോഗസ്ഥനായിട്ടുള്ള പാർത്ഥ സത്പതിയെ ഏത് രാജ്യത്തേക്കുള്ള ഇന്ത്യയുടെ അംബാസിഡറായിട്ടാണ് നിയമിച്ചത് എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം. 4 രാജ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു രാജ്യത്തിന്റെ അംബാസിഡറായിട്ടാണ് നമ്മുടെ പാർത്ഥ സത്പതിയെ നിയമിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്. ബോസ്നിയ ആൻഡ് ഹെറസഗോവിനയാണ് കേട്ടോ. ബോസ്നിയ ആൻഡ് ഹെറസഗോവിന എന്ന് പറയുന്ന രാജ്യത്തിന്റെ അംബാസിഡറായിട്ടാണ് നമ്മുടെ പാർത്ഥ സത്പതിയെ ഇപ്പോൾ ഇന്ത്യ നിയമിച്ചിട്ടുള്ളത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ IFS ഉദ്യോഗസ്ഥനായിട്ടുള്ള പാർത്ഥ സത്പതിയെ ബോസ്നിയ ആൻഡ് ഹെറസ്ഗോവിനയുടെ അംബാസിഡറായിട്ടാണ് ഇന്ത്യ നിയമിച്ചിട്ടുള്ളത്. നാലാമത്തെ ചോദ്യം. ട്രാക്ക് ഏഷ്യ കപ്പ് 2022 ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെന്റിന്റെ വേദിയായ സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെന്റ് വേദിയായ സംസ്ഥാനം ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്. കേരളമാണ് കേട്ടോ. അപ്പോൾ കേരളമാണ് ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെന്റിന്റെ വേദിയായ സംസ്ഥാനമാണ് കേരളം എന്ന് അറിഞ്ഞിരിക്കുക. തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന ഏത് നദിക്ക് കുറുകെയാണ് ഒരു ഐക്കണിക് കേബിൾ സ്റ്റഡ് കം സസ്പെൻഷൻ പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയതെന്നാണ് ചോദ്യം. അപ്പോൾ തെലങ്കാന ആന്ധ്രാപ്രദേശ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഏതാണ്? ഈ 4 ഓപ്ഷൻസ് ഒന്ന് വായിച്ച് ഉത്തരം പറയാനായിട്ട് ശ്രമിച്ചേ. ഓപ്ഷൻ ഡി ആണ്. കൃഷ്ണയാണ് അല്ലേ? കൃഷ്ണയാണ്. അപ്പോൾ ഉത്തരം ഇങ്ങനെ പഠിക്കുക. തെലങ്കാനയുടെയും ആന്ധ്രാപ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന കൃഷ്ണ നദിക്ക് കുറുകെയാണ് ഒരു ഐക്കണിക് കേബിൾ സ്റ്റേഡ് കം സസ്പെൻഷൻ പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. തെലങ്കാനയും ആന്ധ്രാപ്രദേശിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കൃഷ്ണ നദിക്ക് കുറുകെയാണ് ഒരു ഐക്കണിക് കേബിൾ സ്റ്റേഡ് കം സസ്പെൻഷൻ പാലം നിർമ്മിക്കുന്നതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയതെന്ന് അറിഞ്ഞിരിക്കുക. ആറാമത്തെ ചോദ്യം. ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2022 പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മേളനം എന്താണ്? പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരെന്നാണ് നമ്മുടെ ചോദ്യം. ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2022 പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദിയാണ് 2022 പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഏഴാമത്തെ ചോദ്യം. 2022 ഇന്ത്യൻ നേവി സെയിലിംഗ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 18 മുതൽ 21 വരെ കേരളത്തിലെ മരക്കാർ വാട്ടർമാൻഷിപ്പ് പരിശീലന കേന്ദ്രത്തിൽ നടത്തിയത് താഴെ പറയുന്നവയിൽ ഏത് സ്ഥാപനം എന്നാണ് ചോദ്യം. അപ്പോൾ 2022 ഇന്ത്യൻ നേവി സെയിലിംഗ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 18 മുതൽ 21 വരെ ആയിരുന്നു. ഇത് നടത്തിയത് കേരളത്തിലെ മരക്കാർ വാട്ടർമാൻഷിപ്പ് പരിശീലന കേന്ദ്രത്തിലുമാണ്. ഇത് നടത്തിയതാരെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇന്ത്യൻ നേവൽ അക്കാഡമിയാണ്. ഓപ്ഷൻ ബി ആണ് ഇന്ത്യൻ നേവൽ അക്കാഡമി. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇന്ത്യൻ നേവൽ അക്കാഡമിയാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു പരിപാടി എന്താണ്? ഇന്ത്യൻ നേവി സെയിലിംഗ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 18 മുതൽ 21 വരെ നടത്തിയത് ഇന്ത്യൻ നേവൽ അക്കാഡമിയാണെന്ന് അറിഞ്ഞിരിക്കുക. സ്ഥലം എവിടെയാണ്? കേരളത്തിലെ മരക്കാർ വാട്ടർമാൻഷിപ്പിലാണ്. അടുത്ത ചോദ്യം.
സമൃദ്ധി 2022-23 എന്ന ഒറ്റത്തവണ വസ്തുനികുതി പദ്ധതി ആരംഭിച്ചത് ആരെന്നാണ് ചോദ്യം. എന്താണ് സമൃദ്ധി 2022-23 എന്ന ഒറ്റത്തവണ വസ്തുനികുതി പദ്ധതി ആരംഭിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, വിനയ് കുമാർ സക്സേനയാണ്. അപ്പോൾ വിനയ് കുമാർ സക്സേനയാണ് സമൃദ്ധി 2022-23 എന്ന് പറയുന്ന ഒറ്റത്തവണ വസ്തുനികുതി പദ്ധതി ആരംഭിച്ചത് വിനയ് കുമാർ സക്സേനയാണെന്ന് അറിഞ്ഞിരിക്കുക. 9ാമത്തെ ചോദ്യം, ദുർഗാവതി ടൈഗർ റിസർവ് എന്താണ് ദുർഗാവതി ടൈഗർ റിസർവ് എന്ന പേരിട്ടിരിക്കുന്ന കടുവകൾക്കായുള്ള പുതിയ റിസർവിന് ഏത് സംസ്ഥാനത്തിന്റെ വന്യജീവി ബോർഡാണ് അംഗീകാരം നൽകിയത്? ദുർഗാവതി ടൈഗർ റിസർവ് എന്ന പേരിട്ടിരിക്കുന്ന കടുവകൾക്കായിട്ടുള്ള പുതിയ ടൈഗർ റിസർവിന് ഏത് സംസ്ഥാനത്തിന്റെ വന്യജീവി വകുപ്പാണ് അല്ലെങ്കിൽ വന്യജീവി ബോർഡാണ് അംഗീകാരം നൽകിയതെന്ന് ചോദിച്ചാൽ നമ്മുടെ മധ്യപ്രദേശാണ്. ഇതിനകത്ത് ഓപ്ഷൻ ഡി കൂടിയുണ്ട്. ഓപ്ഷൻ ഡി മധ്യപ്രദേശാണ്. മധ്യപ്രദേശാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദുർഗാവതി ടൈഗർ റിസർവിന് അംഗീകാരം നൽകിയത് മധ്യപ്രദേശിലെ വന്യജീവി ബോർഡാണ്. ദുർഗാവതി ടൈഗർ റിസർവിന് അംഗീകാരം നൽകിയത് മധ്യപ്രദേശിലെ വന്യജീവി ബോർഡാണെന്ന് അറിഞ്ഞിരിക്കുക. 2023 ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഏത് രാജ്യത്ത് നടക്കുമെന്നാണ് ഏഷ്യ കപ്പ് ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രഖ്യാപിച്ചെന്നാണ് ചോദിച്ചത്. 2023 ഏഷ്യ കപ്പ് ഫുട്ബോൾ നടക്കാൻ പോകുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ 2022 വേൾഡ് കപ്പ് നടത്തിയത് എവിടെയാണ്? അവിടെ തന്നെയാണ് 2023 ഏഷ്യ കപ്പ് നടത്തുന്നത്. ഓക്കെ, അപ്പോൾ 2022 വേൾഡ് കപ്പ് നടത്തുന്നതും 2023 ഏഷ്യ കപ്പ് നടത്തുന്നതും എവിടെയാണ്? ഖത്തറിലാണ് അല്ലേ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഖത്തറിൽ നടത്തുമെന്നാണ് നമ്മുടെ ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേട്ടോ. 2023 ഏഷ്യൻ കപ്പും 2022 വേൾഡ് കപ്പ് നടത്തിയത് ഖത്തറിലാണ്. 11ാമത്തെ ചോദ്യം, കിഷൻ ഗംഗ റാറ്റിൽ ജലവൈദ്യുത നിലയങ്ങളിലെ സിന്ധു നദീജല ഉടമ്പടിയിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്നവയിൽ ആരെയാണ് ആർബിട്രേഷൻ കോടതിയുടെ ചെയർമാനായി ലോകബാങ്ക് നിയമിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ കിഷൻ ഗംഗയും റാറ്റിൽ ജലവൈദ്യുത നിലയം തമ്മിലുള്ള സിന്ധു നദീജല ഉടമ്പടിയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തർക്കം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇടനിലക്കാരൻ അല്ലെങ്കിൽ ആർബിട്രേഷൻ കോടതി ഇതിൻ്റെ ചെയർമാനായിട്ട് നിയമിച്ചത് അല്ലെങ്കിൽ ലോകബാങ്കാണ് ഇത് അപ്പോയിന്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ലോകബാങ്ക് ഇതിൽ അപ്പോയിന്റ് ചെയ്തത് ആരെയെന്നാണ് നമ്മുടെ 11ാമത്തെ ചോദ്യം. ആരെയാണ്? ഓപ്ഷൻസ് ഇന്ന് ശരി ഉത്തരം കണ്ടെത്താനായിട്ട് കഴിഞ്ഞോ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, സീൻ മർഫിയാണ് കേട്ടോ. അപ്പോൾ സീൻ മർഫി എന്ന് പറയുന്ന വ്യക്തിയാണ് എന്ത് ചെയ്തത്? നമ്മുടെ കിഷൻ ഗംഗ റാറ്റിൽ ജലവൈദ്യുത നിലയങ്ങളിലെ സിന്ധു നദീജല ഈ ഒരു അഭിപ്രായ വ്യത്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ളതാണ് ബന്ധപ്പെടുത്തിയിട്ട് ആർബിട്രേഷൻ കോടതി ലോകബാങ്ക് നിയമിച്ച ആ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് സീൻ മർഫിയാണെന്ന് അറിഞ്ഞിരിക്കുക, ആർബിട്രേഷൻ കോടതിയുടെ ചെയർമാനായിട്ട്. 12ാമത്തെ ചോദ്യം, 2023 ജനുവരി 1 കേരളത്തിലെ ഏറ്റവും പുതിയ കരട് വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ചോദിച്ചാൽ 2023 ജനുവരി 1 കേരളത്തിലെ ഏറ്റവും പുതിയ കരട് വോട്ടർ പട്ടിക പ്രകാരം ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം വരുന്നത്, വയനാടാണ് കേട്ടോ. വയനാടിലാണ് കേരളത്തിലെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ല ഏതെന്ന് ചോദിച്ചാൽ അത് വയനാടാണെന്ന് അറിഞ്ഞിരിക്കുക. 13ാമത്തെ ചോദ്യം, യൂറോപ്യൻ പാർലമെന്റ് അതിൻ്റെ ഉന്നത മനുഷ്യാവകാശ സമ്മാനമായിട്ടുള്ള സഖറോവ് പ്രൈസ് ഫോർ ഫ്രീഡം ഓഫ് തോട്ട് 2022 താഴെ പറയുന്നവയിൽ ആർക്കാണ് നൽകിയത്? ഓക്കെ, അപ്പോൾ നമ്മുടെ യൂറോപ്യൻ യൂണിയൻ കൊടുക്കുന്ന യൂറോപ്യൻ പാർലമെന്റ് കൊടുക്കുന്ന മനുഷ്യാവകാശ സമ്മാനമാണ് സഖറോവ് പ്രൈസ് ഫോർ ഫ്രീഡം ഓഫ് തോട്ട് 2022. അപ്പോൾ ഇത് 2022 കൊടുത്തത് ആർക്ക് എന്നാണ് നമ്മുടെ 13ാമത്തെ ചോദ്യം. അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ആർക്കാണ് ഇതിൽ കൊടുത്തത്? ഉക്രൈനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അവരുടെ സമാധാന സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ സഖറോവ് പീസ് പ്രൈസ് യൂറോപ്യൻ രാജ്യങ്ങൾ കൊടുക്കുന്നതിന് സഖറോവ് പീസ് പ്രൈസ് ഇത് കൊടുത്തത് ആർക്കെന്ന് വെച്ചാൽ യുക്രൈനിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. മനുഷ്യാവകാശ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ സഖറോവ് പീസ് പ്രൈസ്. ഇത് കൊടുത്തത് യുക്രൈനിലെ ജനങ്ങൾക്കാണ്. ഓക്കെ, അടുത്ത ചോദ്യം 14ാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. 14ാമത്തെ ചോദ്യമാണ് പാൻഡമിക് ഡിസ്പെൻഷൻസ് ആൻഡ് ഒഡീഷാസ് ലെസൺസ്. എന്താണ്? പാൻഡമിക് ഡിസ്റെസ്പെക്ഷൻസ് ആൻഡ് ഒഡീഷാസ് ലെസൺസ് ഇൻ ഗവർണൻസ് എന്ന പേരിൽ ഒരു പുസ്തകം പുറത്തിറക്കിയത് ആരെന്നാണ് നമ്മുടെ 14ാമത്തെ ചോദ്യം. അപ്പോൾ ആരാണ് ഈ ഒരു പുസ്തകം പുറത്തിറക്കിയത്? ഓപ്ഷൻ സി ആണ്, നവീൻ പട്നായിക് ആണ്. അപ്പോൾ നവീൻ പട്നായിക്കിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് പാൻഡമിക് ഡിസ്റെസ്പെൻഷൻസ് ആൻഡ് ഒഡീഷാസ് ലെസൺസ് ഇൻ ഗവർണൻസ് എന്ന പുസ്തകം എഴുതിയത് നവീൻ പട്നായിക് ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. 1-2 പ്രാവശ്യം ഈ ഒരു ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ 15ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർപോളിന്റെ ഫുൾ ഫോം ചോദിക്കാം. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ ആണ് ഇന്റർപോൾ. ഇത് ജനറൽ അസംബ്ലിയുടെ എത്രാമത്തെ പതിപ്പിനാണ്
പതിപ്പാണ് ന്യൂഡൽഹിയിൽ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത് എന്ന് ചോദിച്ചാൽ എത്രാമത്തെയാണ്? 90-ാമത്തെയാണ്. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർപോളിന്റെ ജനറൽ അസംബ്ലിയുടെ 90-ാമത്തെ പതിപ്പാണ് ന്യൂഡൽഹിയിലെ ഇന്ത്യ ആതിഥേയത്വം വഹിച്ചത്. ഇന്റർപോളിന്റെ 90-ാമത്തെ ജനറൽ അസംബ്ലിയാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നതെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ 15 ചോദ്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? പബ്ലിക് അഫയേഴ്സ് സെന്റർ അല്ലെങ്കിൽ PAC തയ്യാറാക്കിയ പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് റിപ്പോർട്ടിൽ 2022 ഏറ്റവും മികച്ച ഭരണമുള്ള സംസ്ഥാനമാണ് ഹരിയാന. വേൾഡ് ഗ്രീൻ സിറ്റി അവാർഡ് 2022 നേടിയത് ഹൈദരാബാദാണ്. IFS ഉദ്യോഗസ്ഥനായിട്ടുള്ള പാർത്ഥ സത്പതിയെ ബോസ്നിയ ആൻഡ് ഹെറസഗോവിനയുടെ അംബാസഡറായിട്ടാണ് നിയമിച്ചിട്ടുള്ളത്. ട്രാക്ക് ഏഷ്യ കപ്പ് 2022 സൈക്ലിംഗ് ടൂർണമെന്റ് നടന്നത് കേരളത്തിലാണ്. തെലങ്കാനയും ആന്ധ്രാപ്രദേശിനെയും ബന്ധിപ്പിക്കുന്ന കൃഷ്ണ നദിക്ക് കുറുകെയാണ് ഐക്കണിക് കേബിൾ സ്റ്റഡ് കം സസ്പെൻഷൻ പാലം നിർമ്മിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ സമ്മേളനം 2022 ഉദ്ഘാടനം ചെയ്തത് മോദി തന്നെയാണ്. 2022 ഇന്ത്യൻ നേവി സെയിലിംഗ് ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ 18 മുതൽ 21 വരെ കേരളത്തിലെ മരക്കാർ വാട്ടർമാൻഷിപ്പിൽ നടന്നു. ഇത് നടത്തിയത് ഇന്ത്യൻ നേവൽ അക്കാഡമിയാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. സമൃദ്ധി 2022-23 എന്ന ഒറ്റത്തവണ വസ്തുനികുതി പദ്ധതി ആരംഭിച്ചത് വിനയ് കുമാർ സക്സേനയാണ്. ദുർഗാവതി ടൈഗർ റിസർവ് കടുവകൾക്ക് അല്ലെങ്കിൽ ദുർഗാവതി ടൈഗർ റിസർവ് എന്ന് പേരിട്ടിരിക്കുന്ന കടുവകൾക്കായുള്ള പുതിയ റിസർവിന് നമ്മുടെ മധ്യപ്രദേശിന്റെ ബോർഡാണ് അംഗീകാരം നൽകിയത്. 23 ഏഷ്യൻ കപ്പ് നടത്താനായിട്ട് പോകുന്നത് ഖത്തറിലാണ്. കിഷൻ ഗംഗ റാറ്റിൽ ജലവൈദ്യുത പദ്ധതി ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉടമ്പടിയിൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവുമായി ബന്ധപ്പെടുത്തിയിട്ട് ആരെയാണ് ചെയർമാനായിട്ട് തീരുമാനിക്കാനായിട്ട് ലോകബാങ്ക് നിയമിച്ചതെന്ന് ചോദിച്ചാൽ സീൻ മർഫിയാണ്. അതുപോലെ തന്നെ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര സീനല്ലേ, അപ്പോൾ ഈ സീന് ഒഴിവാക്കാനായിട്ട് സീൻ മർഫിയെ ഏർപ്പെടുത്തി. ഓക്കെ, 23 ജനുവരി 1 കേരളത്തിലെ ഏറ്റവും പുതിയ കരട് വോട്ട് പട്ടിക പ്രകാരം നമ്മുടെ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ജില്ലയാണ് വയനാട്. യൂറോപ്യൻ പാർലമെന്റ് അതിൻ്റെ ഉന്നത മനുഷ്യാവകാശ സമ്മാനമായിട്ടുള്ള സഖറോവ് പീസ് പ്രൈസ്, ഫ്രീഡം ഓഫ് തോട്ട് പ്രൈസ് 2022 കൊടുത്തത് ആർക്കെന്ന് ചോദിച്ചാൽ അത് യുക്രൈനിലെ ജനങ്ങൾക്കാണ്. പാൻഡമിക് ഡിസ്റസ്പെൻഷൻസ് ആൻഡ് ഒഡീഷാസ് ലെസൺസ് ഇൻ ഗവർണൻസ് എന്ന പേരിൽ ഒരു പുസ്തകം തയ്യാറാക്കിയത് നവീൻ പട്നായിക്കാണ്. പുസ്തകത്തിന് പേരെന്ന് പഠിക്കുക, പാൻഡമിക് ഡിസ്റസ്പെൻഷൻസ് ആൻഡ് ഒഡീഷാസ് ലെസൺസ് ഇൻ ഗവർണൻസ് എന്ന് പറയുന്ന പുസ്തകം തയ്യാറാക്കിയത് നവീൻ പട്നായിക്കാണ്. ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഇന്റർപോളിന്റെ എത്രാമത്തെ പതിപ്പാണ് നമ്മുടെ ന്യൂഡൽഹിയിൽ നടന്നത്? ജനറൽ അസംബ്ലിയുടെയാണ്. 90-ാമത്തെ ജനറൽ അസംബ്ലിയാണ് ന്യൂഡൽഹിയിൽ വെച്ച് നടന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു 15 ചോദ്യങ്ങൾക്കകത്ത് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനായി കഴിഞ്ഞു എന്നുള്ള കാര്യം നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, പറയാൻ പറ്റുമെന്നുള്ളവർ കമന്റ് ആയിട്ട് കൂടി പറയുക. കാര്യം നമുക്കറിയാം ഇത് ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയാൽ അത് വളരെ നല്ല കാര്യമാണ്. ഇപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ ഈ 15 ചോദ്യങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ഒരു 15 ചോദ്യം അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം ക്ലിയർ ആണ് എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. 1-2 തവണ ഈ ഒരു വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കാണുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.